നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകണം. പത്തനംതിട്ടയിലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയുടെ അടൂർ വെസ്റ്റ് പോളിംഗ് സ്റ്റേഷനിലാണ്. രാവിലെ വലിയ തിരക്ക് വോട്ടർമാരുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ഏതായാലും പ്രായമായവരും സ്ത്രീകളും അടക്കമുള്ള ആളുകളൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനിയും ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി തിരക്ക് അല്പം കുറവുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം 40% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുക രാഷ്ട്രീയപരമായും ഒക്കെ വലിയ രീതിയിൽ വാശിയേറിയ ഒരു മത്സരം തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ വോട്ടർമാരും മലയോര മേഖലയടക്കം രാവിലെയും വളരെ മികച്ച രീതിയിൽ പോളിംഗ് ശതമാനമാണ് പത്തനംതിട്ടയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല വിഷയവും രാഹുലിൻ്റെ വിഷയമൊക്കെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇടത് വലത് മുന്നണികൾ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏകദേശം UDF വലിയ മുൻതൂക്കമുള്ള ജില്ല എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിമറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ LDF വലിയ ഒരു മാറ്റമുണ്ടായി, മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നഗരസഭയും ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ UDF അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് UDF. എന്തായാലും വലിയ രീതിയിൽ ഓരോ ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിലും രാവിലെ അത്തരത്തിൽ തിരക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെയാണ് എന്ന് നമുക്കറിയാം. വോട്ടർമാർ സാധാരണഗതിയിൽ എത്താൻ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ശബരിമല വിഷയവും ഒപ്പം ഈ രാഹുലിൻ്റെ വിഷയമാണ് ഇടത് വലത് മുന്നണികൾ ഉയർത്തിക്കാട്ടുന്നത്. BJPയും സമാനമായ രീതിയിൽ തന്നെ അത്തരത്തിൽ ഉയർത്തുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയപരമായുള്ള എല്ലാ പ്രചരണ രീതികളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ വോട്ടിങ്ങിലേക്ക് കടന്നിട്ടുള്ളത്. അത് വലിയ പ്രതീക്ഷ രണ്ട് മുന്നണികളും വെക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. രാവിലെ ചില സാങ്കേതിക തകരാറുകൾ ചില ബൂത്തുകളിലൊക്കെ വോട്ടിംഗ് മെഷീനിൽ തകരാറുകൾ സംഭവിച്ചു. അവിടെ പിന്നീട് വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് പരിഹരിച്ച് വോട്ടിങ്ങിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നബാധിത ബൂത്തുകൾ 17 എണ്ണമാണ് ജില്ലയിലുള്ളത്. പക്ഷേ അവിടെ നിന്നും ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും തിരക്ക് പല ബൂത്തുകളിലും ഉച്ചയോടുകൂടി വെയിലാണ്, കാരണം നല്ല കാലാവസ്ഥയാണ്, ഉച്ച സമയമാണ്. അതുകൊണ്ട് തിരക്ക് പല സ്ഥലങ്ങളിലും കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വോട്ടർമാരുടെ ഒരു ഒഴുക്ക് പല പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഗരസഭയിലും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് തലത്തിലും ഒക്കെ വലിയ രീതിയിൽ വാശിയേറിയ തലത്തിലാണ് മത്സരം നടക്കുന്നത്. ഏതായാലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കവാടത്തിൽ പിങ്ക് ബലൂൺ, ബൂത്തിനുള്ളിൽ പിങ്ക് വസ്ത്രം ധരിച്ചു പ്രിസൈഡിംഗ് ഓഫീസർമാർ, ബൂത്തിലാകെ പിങ്ക് മയം. തലസ്ഥാനത്തെ പിങ്ക് പോളിംഗ് ബൂത്തിന്റെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ ഓരോ പോളിംഗ് ബൂത്തിലും വലിയ തിരക്കാണ്. രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 7 മണിക്ക് തുടങ്ങിയ തിരക്ക് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിനൊരു പ്രത്യേകതയുണ്ട്. 50%-ലധികം വോട്ടർമാർ സ്ത്രീകളായതിനാൽ പിങ്ക് പോളിംഗ് ബൂത്ത് അത് ആദ്യമായിട്ടാണ് ഇവിടെ അങ്ങനെ നടപ്പിലാക്കുന്നത്. പിങ്ക് പോളിംഗ് ബൂത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ബൂത്ത് നമ്പർ 5-ലാണ് അങ്ങനെ ഒരു ക്രമീകരണം. പ്രായമായവർ അടക്കം ഏതാണ്ട് 50%-ലധികം സ്ത്രീകളാണ് ഈ പിങ്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ക്രമീകരണം. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉൾപ്പെടെ പിങ്ക് കളറുള്ള വസ്ത്രം ധരിച്ച് എത്തിയാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാകുന്നത്. അതായത് വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ജനകീയമായ തരത്തിൽ എങ്ങനെ ഈ പ്രക്രിയ പൂർത്തിയാക്കാം എന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിങ്ക് കളറിൽ അലങ്കരിച്ച് പിങ്ക് ബലൂൺ കൊണ്ട് കെട്ടി ഇങ്ങനെയൊരു പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ബൂത്ത് നമ്പർ 5-ലാണ് ഇങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പിങ്ക് പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇതുപോലെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി ആളുകളാണ് 7 മണി മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി ഈ പിങ്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പ്രത്യേക അലങ്കരിച്ചാണ്, അതായത് അതിനകത്ത് അടക്കം പിങ്ക് കളറുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറച്ചാണ് ഈ പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു പകുതിയോളം ആളുകൾ, വോട്ടർമാരിൽ പകുതിയോളം ഇവിടെ ഏറെക്കുറെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർക്കത്തിൽ നിന്ന്. കൃത്യമായ കണക്കുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്ന അനുഭവം വോട്ടർമാർക്കും ഉണ്ടാകുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഈ പിങ്ക് ബൂത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ആദ്യമായിട്ടാ?
എങ്ങനെയുണ്ട്? അപ്പം വലിയ സന്തോഷത്തിലാണ് വോട്ടർമാരും പിങ്ക് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ഒരു ജനകീയമാക്കുക അല്ലെങ്കിൽ ഒരു ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി സമാനമായി സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ പിങ്ക് പോളിംഗ് ബൂത്തുകൾ കൂടുതലായി ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം. അതിന്റെയൊക്കെ ഒരു തുടക്കമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പോളിംഗ് ബൂത്തിനെ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോക്കിക്കാണുന്നത്. എന്തായാലും വലിയ നിരയുണ്ട്, വോട്ടർമാരുടെ വലിയ നീണ്ട നിര. അതിനിടയിലാണ് ഇവിടേക്ക് ഈ പിങ്ക് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി ആളുകൾ ഏറെ നേരമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നതും. ചേട്ടാ, ഈ ഇങ്ങനൊരു ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാണ് പിങ്ക് ബൂത്തിൽ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നല്ല അലങ്കാരം. അപ്പോൾ അത്തരത്തിലാണ് വോട്ടർമാരും അത് സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് ഏത് വിധേനയും ആകർഷിക്കുക, അവരെ കൊണ്ട് പരമാവധി വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ പിങ്ക് ബൂത്ത് എന്ന ഒരു നൂതനമായ ആശയം തിരുവനന്തപുരത്ത് അടക്കം നടപ്പിലാക്കിയിരിക്കുന്നു. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 8.